അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രവാചക പ്രേമികളായ മുഹബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ ലാവണ്യവും ഗാംഭീര്യതയും എന്നതിനെ സംബന്ധിച്ച് ചർച്ചയാവാം. ജലാലിയത്തിൻ്റെയും നൂറാനിയത്തിൻ്റെയും ഗാംഭീര്യതയോട് കൂടി പൂർണ്ണ ഭംഗി നൽകപ്പെട്ടവരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് സുദ്ദീഖ് അലൈഹിസ്സലാമിന് പകുതി സൗന്ദര്യമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഒരു കവി പാടിയത് നമുക്ക് കേൾക്കാം. വസ്വഹ്ബു സലീഖ ലൗ റഅയ്നാ ജബീനഹു ലആഥർന തഖ്തിഅൽ ഖുലൂബി അലൽ ലൈദി. നബി തങ്ങളുടെ നെറ്റിത്തടമെങ്ങാനും സലീഖയുടെ സ്നേഹിതകൾ കണ്ടിരുന്നെങ്കിൽ കൈകൾക്ക് പകരം ഹൃദയങ്ങളെ അവർ മുറിച്ചേനെ. അത്രമേൽ പൂർണ്ണ സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മുഖത്ത് ജലാലിയത്തും നൂറാനിയത്തും പ്രകടമാകുമായിരുന്നു. ഖാല ഹിന്ദ് ബിനു അബി ഹാല ഫി വസ്ഫിഹി കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമ. ഹിന്ദ് ബിൻ ഹാല എന്നിവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമേ ബഹുമാനം തോന്നിപ്പിക്കുന്നവരും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരുമാണ്. അൻ അലി റളിയല്ലാഹു അൻഹു മൻ റആഹു ബദീഹതൻ ഹാബഹു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, പെടുന്നനെ നബിയെ കാണുന്ന ഒരാൾ ബഹുമാനത്തിനാലുള്ള ഒരു പേടി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വചനത്തിലേക്ക് പോകാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഖറൻ നാസി ഫീ മജ്ലിസിഹി വദഖല അലൈഹി റജുലുൻ ഫഅസ്വാബതുഹു മിൻ ഹൈബതിഹി റഅദ فقال له هون عليك. ويقول عمرو بن العاص رضي الله عنه عن حضرة المصطفى صلى الله عليه وسلم وما كنت أطيق أن أملأ عيني منه إجلالا له ولو سئلت أن أصفه ما أطقت لأني لم أكن أملأ عيني منه. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, സദസ്സിൽ നബിത്തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗാംഭീര്യത സ്ഫുരിക്കുന്നവരായിരുന്നു. ഒരാൾ നബിയെ സന്ദർശിച്ച നേരത്ത് ബഹുമാനത്തിനാലുള്ള പേടി അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് നോർമലാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ തിരുസന്നിധിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നോട് നബിയെ വിവരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ കണ്ണു നിറയെ നബിയെ നോക്കാത്തതിനാൽ എനിക്കതിന് സാധിക്കില്ല എന്നായിരിക്കും മറുപടി. അത്രമേൽ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ആദരവ് കൂടി അവിടുത്തെ മുഖം നോക്കുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നൂറാനിയത്ത്, പ്രകാശം സ്ഫുരിക്കുക എന്നുള്ള ആ അവസ്ഥ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള റിപ്പോർട്ട് കാണാം. قال كان صلى الله عليه وسلم أحسن الناس وجها كأن الشمس تجري في وجهه. അബൂ ഹുറൈറയെ തൊട്ടുള്ള റിപ്പോർട്ട്, സ്വഹാബി പറയുന്നു, തൻ്റെ മുഖത്ത് സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ തോന്നുമാർ ജനങ്ങളിൽ നല്ല മുഖലാവണ്യമുള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണിത്. قيل لأبي الطفيل صف لنا رسول الله صلى الله عليه وسلم فقال كان أبيض مليح الوجه إذا سر فكأن وجهه مرآة وكأن البدر يرى في وجهه. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങളെ വിവരിച്ചു കൊടുക്കാൻ ചോദിക്കപ്പെട്ടു. സ്വഹാബി പറഞ്ഞു, വല്ല സന്തോഷവും അനുഭവപ്പെട്ടാൽ തിളങ്ങുന്ന മുഖത്തോടെ വെളുത്തവരായിരുന്നു നബി തങ്ങൾ. മുഖത്ത് പൗർണമി ചന്ദ്രനെ കാണപ്പെടുന്നത് പോലെയും കണ്ണാടി പോലെയുമാണ് അവിടുത്തെ മുഖം. നളറ ഇലൈഹി ജാബിർ ഇബ്നു സമുറ ഫീ ലൈലത്തിൻ മുഖ്മിറ ഖാല ഫജഅൽതു അൻദുറു ഇലൈഹി വഇലൽ ഖമരി ഫലഹുവ ഇൻദി അഹ്സനു മിനൽ ഖമരി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിയിലേക്കും ചന്ദ്രനിലേക്കും നോക്കി തുടങ്ങി. ചന്ദ്രനേക്കാളും ഏറ്റവും മനോഹരമായി എനിക്ക് അനുഭവപ്പെട്ടത് നബിയാണ്. ഈ നൂറാനിയത്ത് ഉത്ഭവത്തിലെ ഉള്ളതാണ്. ആദ്യ സൃഷ്ടി ഏതെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നബി നൽകിയ മറുപടി,
അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് ആദ്യത്തെ സൃഷ്ടി ജാബിറ എന്നായിരുന്നു. സൂറത്തുൽ മാഇദയുടെ 15-ാം സൂക്തത്തിൽ കാണാം, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ, നിശ്ചയം അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് പ്രകാശവും വ്യക്തമായ രേഖയും വന്നിരിക്കുന്നു. ഈ നൂറ് കൊണ്ട് മുഹമ്മദ് നബിയാണ് ഉദ്ദേശമെന്ന് ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നതായി തഫ്സീർ ഇബ്നു ജൗസിയിൽ കാണാം. അൽ ഇൻസാനുൽ കാമിലിൽ മുഹമ്മദ് അലവി മാലിക്കി മക്കി അവർ പറയുന്നു, ചുരുക്കത്തിൽ എല്ലായ്പ്പോഴും നബി തങ്ങൾ പ്രകാശം ചുരത്തി നിൽക്കുന്ന ഒരു വസ്തുവാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ആവശ്യമാകുന്ന നേരത്ത് മുഅ്ജിസത്ത് പോലെ ഉണ്ടാവുന്ന കാര്യമാണ് ഈ നൂറാനിയത്ത്. അള്ളാഹു പ്രകാശം സ്ഫുരിക്കുന്ന ഗാംഭീര്യതയുള്ള ആ മുഖം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.